Welcome to Gravitation for degree students. ഈ പോസ്റ്റിങ്ങിൽ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസ് ഒരു സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും ഇൻറ്റൻസിറ്റി ഒന്ന് ഡിറൈവ് ചെയ്യുന്നു. വളരെ സിമ്പിളാണ്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല, എങ്കിലും ചെയ്യും. ഒരു സ്ഫെറിക്കൽ ഷെൽ, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, മാസ് എം, സെൻറ്ററിൽ നിന്നും സ്മോളാർ അകലത്തിലുള്ളൊരു പോയിൻ്റ് പി. ഇത് ചെയ്യുന്നത് പിന്നെ രണ്ട് പാരലൽ പ്ലെയിൻസ് കൊണ്ട് ഈ ഷെല്ലിനെ കട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ C1 ഡാഷ് C2 ഡാഷ് വളരെ അടുത്തുള്ള രണ്ട് പ്ലെയിനിൽ കൂടി ഈ ഷെല്ലിനെ കട്ട് ചെയ്താൽ നമുക്കൊരു റിങ് കിട്ടും, ഏതാണ്ട് ഇതുപോലെ. ആ റിങ്ങിൻ്റെ റേഡിയസ് C1D1 Y തെണ്ടി കാണുന്നത്. ഷെല്ലിൻ്റെ വിഡ്ത്ത് C1C2 ഇത് വളരെ ചെറുതാണെന്ന് അസ്യൂം ചെയ്യുക. ഈ ആംഗിൾ തീറ്റ, ദിസ് ഈസ് ഡി തീറ്റ. ഇവിടെ എം മാസ് ഓഫ് ദി ഷെൽ, ആർ റേഡിയസ് ഓഫ് ദി ഷെൽ, സിഗ്മ ഏരിയ ഡെൻസിറ്റി ഓർ സർഫസ് ഡെൻസിറ്റി. നമുക്ക് മൂന്ന് ഡെൻസിറ്റി സാറിന് പറയാറുണ്ട്. വോളിയം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം, ഏരിയ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഏരിയ, ലീനിയർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ ലെങ്ത്. ഇവിടെ ഇപ്പോൾ ഏരിയ ഡെൻസിറ്റി അല്ല, സർഫസ് ഡെൻസിറ്റി, സിഗ്മ ഈക്വൽസ് മാസ് ബൈ ഏരിയ. ഇവിടെ ഈ റിങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, റിങ്ങിൻ്റെ മാസ് അറിയണം. അപ്പോൾ റിങ്ങിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ റിങ് ഒന്ന് കട്ട് ചെയ്തിട്ട് നൂർത്തി കഴിഞ്ഞ ഒരു തിൻ റെക്റ്റാങ്കിൾ ആവും. ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ റിങ്ങിൻ്റെ സർക്കംഫറൻസ് ദാറ്റ് ഈസ് 2πy, വിഡ്ത്ത് C1 C2. അപ്പോൾ ആദ്യം റേഡിയസ് ഓഫ് ദി റിങ് കാണുക. റേഡിയസ് ഓഫ് ദി റിങ് എന്ന് പറഞ്ഞാൽ Y. ഇവിടെ ഇപ്പോൾ അത് C1D1, തീർച്ചയായിട്ടും അത് OC1 സൈൻ തീറ്റ അല്ലെ ക്യാപിറ്റൽ R സൈൻ തീറ്റ എന്ന് വരും Y. അപ്പോൾ റേഡിയസ് ഓഫ് ദി റിങ് C1D1 ഈക്വൽസ് Y ഈക്വൽസ് R സൈൻ തീറ്റ. വിഡ്ത്ത് ഓഫ് ദി റിങ് C1C2 എന്ന് പറഞ്ഞാൽ S ഈക്വൽസ് R തീറ്റ എന്നുള്ള ഫോം, ക്യാപിറ്റൽ R ഇൻറ്റു ഡി തീറ്റ, ദറ്റ് ഈസ് C1C2 R ഇൻറ്റു ഡി തീറ്റ. എങ്കിൽ ഏരിയ ഓഫ് ദി റിങ് എന്ന് പറഞ്ഞാൽ 2πy, ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ സർക്കംഫറൻസ് 2πy ഇൻറ്റു വിഡ്ത്ത് C1C2, 2πy ഇൻറ്റു C1C2. ഈ C1C2 വളരെ ചെറുതാണെങ്കിൽ ഇതും Y എന്ന് തന്നെ അങ്ങ് എടുക്കാം. ഈ C1C2 is extremely small. അപ്പോൾ ഏരിയ ഓഫ് ദ റിങ് ഈസ് 2πy ഇൻറ്റു C1C2, ദാറ്റ് ഈസ് 2πr സൈൻ തീറ്റ ഇൻറ്റു C1C2 ഈസ് R d തീറ്റ, ഓർ ഏരിയ ഓഫ് ദ റിങ് DA ഈക്വൽസ് 2πr സ്ക്വയർ സൈൻ തീറ്റ d തീറ്റ. എങ്കിൽ മാസ് ഓഫ് ദ റിങ് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദി എലമെൻറ്റ് റിങ് ഇൻറ്റു സിഗ്മ, ഏരിയ ഡെൻസിറ്റി DA ഇൻറ്റു സിഗ്മ. DA അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മാസ് ഓഫ് ദി റിങ് DM, ചെറിയ മാസ് ആയിരിക്കുമല്ലോ, DM ഈക്വൽസ് 2πr സ്ക്വയർ സൈൻ തീറ്റ d തീറ്റ ഇൻറ്റു സിഗ്മ ഈസ് m/4π ക്യാപിറ്റൽ R സ്ക്വയർ, ദറ്റ് ഈസ് m sin theta d theta by 2. എങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു ദി റിങ്, ഈ റിങ്ങിലെ ഏത് പോയിൻ്റ്, ഈ റിങ്ങിലെ ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുക. ആ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് എ പോയിൻ്റ് മാസ് M ഈസ് -gm/r. ഇവിടെ ആറിന് വരെ എക്സാ. ഈ റിങ്ങിൻ്റെ ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിന്റിന് ഈ പിയിലേക്കുള്ള ദൂരം എക്സ് തന്നെയാണ്. റിങ്ങിലെ ത്രൂ ഔട്ട് ഏത് പോയിന്റ് എടുത്താലും
ദറ്റ് ഈസ് they are equidistant from P. അതുകൊണ്ട് പിയിലെ പൊട്ടൻഷ്യൽ റിങ് കൊണ്ടുണ്ടാകുന്ന പിയിലെ പൊട്ടൻഷ്യൽ കാണാൻ റിങ്ങിൻ്റെ മാസ് അങ്ങ് ഉപയോഗിച്ചാൽ മതി -g മാസ് ഓഫ് ദ റിങ് ബൈ ഡിസ്റ്റൻസ് ദറ്റ് ഈസ് എക്സ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ദി റിങ് dv equals -g into dm mass of the ring by x. That is -gm sin theta d theta by 2x. dm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി കൊസൈൻ ലോ അപ്ലൈ ചെയ്യണം ടു ദി ട്രയാങ്കിൾ OC1 A D1 OC1P ഈ ട്രയാങ്കിളിൽ കൊസൈൻ റൂൾ അപ്ലൈ ചെയ്യുക. ഇത് ആംഗിൾ തീറ്റയാണ് എങ്കിൽ തീറ്റയ്ക്കെതിരെയുള്ള സൈഡ് x² ഈക്വൽസ് r² പ്ലസ് OP² അല്ലെ സ്മോൾ r² മൈനസ് 2r ഇൻറ്റു r ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ കൊസൈൻ റൂൾ ധാരണ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ x² ഈക്വൽസ് R² പ്ലസ് സ്മോൾ r² മൈനസ് 2rr കോസ് തീറ്റ. അതിന് ഡിഫറൻഷ്യൽ എടുക്കുക. ഇപ്പോൾ x² ഡിഫറൻഷ്യൽ 2x dx ഈക്വൽസ് R സ്മോൾ r ഇവിടെ കോൺസ്റ്റൻസ് ആ പി എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിൻ്റായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ രണ്ടിൻ്റെ 0 കോസ് തീറ്റ ഡിഫറൻഷ്യൽ മൈനസ് സൈൻ തീറ്റ ഡി തീറ്റ. അപ്പോൾ ഇതങ്ങ് പ്ലസ് ആകും. ഇപ്പോൾ പ്ലസ് 2rr സൈൻ തീറ്റ ഡി തീറ്റ. ഇവിടുന്ന് സൈൻ തീറ്റ ഡി തീറ്റ ഈക്വൽസ് 2 ക്യാൻസൽ ചെയ്യും എക്സ് ഡി എക്സ് ബൈ R ഇൻറ്റു സ്മോൾ r. ഇതെടുത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ പൊട്ടൻഷ്യൽ ഫോർമുലയിലോട്ട്. ഇവിടുത്തെ സൈൻ തീറ്റ ഡി തീറ്റയിലോട്ട് ഇപ്പോൾ കിട്ടിയ റിസൾട്ട് ഉപയോഗിക്കുക. ദെൻ dv ഈക്വൽസ് -gm by 2x into sin theta d theta is x dx by r into r, or that is dv equals -gm dx by 2r into r. എങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി എൻറ്റയർ ഷെൽ കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ലിമിറ്റൊക്കെ കൊടുക്കണം. അപ്പോൾ ഈ റിങ് ആദ്യം എയിൽ സങ്കല്പിക്കുക, അപ്പോൾ ലോവർ ലിമിറ്റ് കിട്ടും. ബിയിൽ സങ്കല്പിക്കുക, അപ്പോൾ അപ്പർ ലിമിറ്റും കിട്ടും. എ ആകുമ്പോൾ അപ്പോൾ ഔട്ട്സൈഡ് പോയിൻ്റ് പി നമ്മൾ ഷെല്ലിന് വെളിയിലുള്ള ഒരു പോയിൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ വി ഔട്ട്സൈഡ് ഈക്വൽസ് ഇൻറ്റഗ്രൽ എ ടു ബി ഓഫ് ഡി വി. ദറ്റ് ഈസ് ഇൻറ്റഗ്രൽ എ എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ സ്മോൾ ആർ മൈനസ് ക്യാപിറ്റൽ ആർ. ഈ എ എടുക്കുമ്പോൾ എയിലേക്കുള്ള ഒയിൽ നിന്ന് എയിലേക്കുള്ള ദൂരം എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സ്മോൾ ആർ ഒ പി മൈനസ് ഒ എ, ദറ്റ് ഈസ് സ്മോൾ ആർ മൈനസ് ക്യാപിറ്റൽ ആർ. ബി വരുമ്പോൾ ഇത്ര, ദറ്റ് ഈസ് ആർ പ്ലസ് ക്യാപിറ്റൽ ആർ, പി ഒ പ്ലസ് ഒ ബി. അപ്പോൾ ഇൻ്റഗ്രൽ എ എന്ന് പറയുമ്പം സ്മോൾ ആർ മൈനസ് ക്യാപിറ്റൽ ആർ ടു ബി എന്ന് പറയുമ്പോൾ സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ആർ ഓഫ് ഡി വി ഈസ് -gm dx by 2r into r. That is -gm by r into 2rr into ഇൻറ്റഗ്രൽ. ഇവിടെ ഡി എക്സ് മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ. ഡി എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് വിതിൻ ദി ലിമിറ്റ്സ് r മൈനസ് r ടു r പ്ലസ് r. ഈ ലിമിറ്റ് ഇട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്ന വി ഒ ഈക്വൽസ് -gm by സ്മോൾ r എന്ന് വരും. അപ്പോൾ പിയിലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദി ഷെൽ ഈസ് -g ഇൻറ്റു മാസ് ഓഫ് ദി ഷെൽ ബൈ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ. ഇതിപ്പോൾ
ഈ എൻറ്റയർ മാസ് ഷെല്ലിൻ്റെ മൊത്തം മാസ് ഓയിലിരിക്കുന്ന തുല്യമായ അല്ലെ ഓയിലിരിക്കുന്ന ഒരു പോയിൻ്റ് മാസമായിട്ട് ഈ ഷെല്ലിനെ സങ്കല്പിക്കാം പിയിലെ പൊട്ടൻഷ്യൽ കാണുമ്പോൾ. അപ്പോൾ ഇത് സെൻറ്റർ ഓഫ് മാസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഷെല്ലിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഷെല്ലിൻ്റെ മൊത്തം മാസ് ഓയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഷെല്ല് ബിഹേവ് ചെയ്യുന്നത്. ഇനി സർഫസിലെ പൊട്ടൻഷ്യൽ കാണാൻ, സർഫസ് എന്ന് പറയുമ്പോൾ ഈ പി എയിലോ ഇട്ടെടുക്കുക. സർഫസിൽ ഏത് പോയിൻ്റ് എടുത്താലും സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറാണ്. പി ഷെല്ലിലെ ഏതെങ്കിലും ഷെല്ലിൻ്റെ സർഫസിൽ ഏത് സ്ഥാനത്ത് വന്നാലും പോയിന്റിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒ പി എന്ന് പറയുമ്പോൾ ഒ എ ആയിട്ട് മാറുക. സ്മോൾ ആർ ബിക്കംസ് ക്യാപിറ്റൽ ആർ. സോ പൊട്ടൻഷ്യൽ ഓൺ ദി സർഫസ് ഓഫ് ദി ഷെൽ Vs equals minus Gm by capital R, radius of the shell. Inside the shell, ഈ പി ഷെല്ലിനുള്ളിലാണെങ്കിൽ അപ്പോൾ പി ഇതാ സ്മോൾ ആർ. അപ്പോൾ ലിമിറ്റ് എടുക്കുമ്പോൾ എ ടു ബി, എ ആകുമ്പോൾ ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ, ഈ അകലം അതാണല്ലോ ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഈ അകലമാണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ പ്ലസ് സ്മോൾ ആർ. അപ്പോൾ potential at an inside point Vi equals integral capital R minus small r to capital R plus small r of dV. അത് നിങ്ങൾക്ക് ഈ ഡി വി എടുത്ത് നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ലിമിറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഷെല്ലിൻ്റെ സർഫസിലെ പൊട്ടൻഷ്യലും ഇൻസൈഡിലെ പൊട്ടൻഷ്യലും സെയിമാണ്. അപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലിനുള്ളിലുള്ള സ്പേസ് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സ്പേസാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈ ഇൻസൈഡിലെ എല്ലാ പോയിന്റിലും ഒരേ വാല്യൂ ആണ്, അത് സർഫസിലെ വാല്യൂവിന് തുല്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടെ കാണും. നേരത്തെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ്, അല്ലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവാണ്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ജി, ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി ജി എന്നുള്ള സിമ്പൽ കൊടുക്കും, സ്മോൾ ജി. അത് എർത്തിൻ്റെ കേസ് വരുമ്പോൾ അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയോട് തുല്യമാകും. ജി ഈക്വൽസ് നെഗറ്റീവ് ഓഫ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് മൈനസ് ജി ഡി വി ബൈ ഡി ആർ എന്ന്. ഇത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഉള്ള പോസ്റ്റിങ്ങിൽ. അപ്പോൾ ഔട്ട്സൈഡ് പോയിന്റിൽ ആദ്യം എടുക്കുക. ഔട്ട്സൈഡ് പോയിന്റിലെ ഇൻറ്റൻസിറ്റി, ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി ജി ഒ ഈക്വൽസ് മൈനസ് ഡി ബൈ ഡി ആർ ഓഫ് ഔട്ട്സൈഡിലെ പൊട്ടൻഷ്യൽ മൈനസ് ജി എം ബൈ സ്മോൾ ആർ. ഈ രണ്ട് മൈനസും കൂടെ പ്ലസ് ആകും. ജി എം കോൺസ്റ്റൻ്റാണ്. 1/r ഡിഫറൻഷ്യൽ മൈനസ് 1/r². ചുരുക്കത്തിൽ ഔട്ട്സൈഡ് പോയിന്റിലെ ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ദി ഷെൽ ഇറ്റ്സ് മൈനസ് ജി എം ബൈ സ്മോൾ r². സർഫസിലെ ഇൻറ്റൻസിറ്റി കാണാൻ സ്മോൾ ആറിന് റേഡിയസ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി, മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ r². ഇൻസൈഡിലെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റാണ് എല്ലാ പോയിന്റിലും. അപ്പോൾ അവിടുത്തെ ഇൻറ്റൻസിറ്റി വി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് മൈനസ് ഡി വി ബൈ ഡി ആർ അങ്ങ് 0 ആകും. ഇപ്പോൾ ഒരു സ്ഫെറിക്കൽ ഷെല്ലിനുള്ളിൽ ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി എല്ലാ പോയിന്റിലും 0യാണ്. അപ്പോൾ ദീസ് ആർ ദി റിസൾട്ട്സ്. ഇതിൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ പൊട്ടൻഷ്യൽ ആയാലും ഇൻറ്റൻസിറ്റി ആയാലും നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ വെർട്ടിക്കൽ ആക്സിസിൽ കൂടെ പൊട്ടൻഷ്യലും ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ സെൻറ്ററിൽ നിന്നുള്ള ദൂരവും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഈ നെഗറ്റീവ് ക്വാർട്ടറിൽ ഇങ്ങനെ വരും. അതായത് ഷെല്ലിനുള്ളിൽ സെൻറ്റർ മുതൽ റൈറ്റിലോട്ടുള്ള ഒരു പാർട്ട് മാത്രമേ ഇത് കാണിച്ചിട്ടുള്ളൂ ഗ്രാഫിൽ, പോസിറ്റീവ് സൈഡിലോട്ട്. ഷെല്ലിനുള്ളിൽ എല്ലാ പോയിന്റിലും സർഫസ് എത്തുന്നിടം വരെ മൈനസ് ജി എം ബൈ ആർ ആ പൊട്ടൻഷ്യൽ. സർഫസ് കഴിഞ്ഞാൽ പുറത്ത് മൈനസ് ജി എം ബൈ സ്മോൾ ആറാണ്. അത് ഹൈപ്പർബോളിക് വേരിയേഷനാണ്. അപ്പോൾ ഇത് ഹൈപ്പർബോളയുടെ പാർട്ടായിട്ട് വരും. ഔട്ട്സൈഡിൽ ഇവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റ്. ഇൻറ്റൻസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഇൻസൈഡിൽ മൊത്തം 0യാണ്. സർഫസിലെത്തിക്കഴിയുമ്പോൾ ഇൻറ്റൻസിറ്റി പെട്ടെന്ന് മൈനസ് ജി എം ബൈ r² ആകുക. ഔട്ട്സൈഡിൽ മൈനസ് ജി എം ബൈ സ്മോൾ r². അപ്പോൾ ഇത് കുറേ കൂടെ സ്റ്റീപ്പായിട്ടുള്ള കർവായിട്ട് വരും. ഇവിടെ മൈനസ് ജി എം ബൈ സ്മോൾ ആറാണ്,
ഇവിടെ സ്മോൾ ആർ സ്ക്വയറാണ്. ഇത് ഹൈപ്പർബോളയാണ്. ആർ സ്ക്വയർ ആകുമ്പം കുറേ കൂടെ വെർട്ടിക്കൽ ആക്സിസിന് കുറേ കൂടെ അടുത്ത് വരും, കുറേ കൂടെ സ്റ്റീപ്പർ കർവായിട്ട് കിട്ടും. ദയവേത് ആദ്യം മുതലുള്ള പോസ്റ്റിങ് കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് കയറി പോസ്റ്റിങ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാതെ വരും. പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെ സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ട് കാണുക. മെക്കാനിക്സ് ഞാൻ 3 പാർട്ടായിട്ടാണ് പോസ്റ്റിങ്സ് പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. മെക്കാനിക്സ് അതിനകത്താണ് ഗ്രാവിറ്റേഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കൊളിഷൻ, വൈബ്രേഷൻ, ഈ 3 പാർട്ടും വെവ്വേറെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അല്ല സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക്